ഹേ എവ്രിവൺ, സോ വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയും പടിക്കൽ കാവിലേക്ക് തന്നെയാണ്, ഉദയംപേരൂരുള്ള അവിടുത്തെ ഉത്സവം കൂടെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളിന്ന് മെയിനായിട്ട് പോകാൻ കാരണം ഇന്ന് തീയാട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഈ ഡാൻസ് പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ഒരു തിരുവാതിരയും കഴിഞ്ഞിട്ടാണ് തീയാട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി നല്ലപോലെ തൊഴുതു. അമ്മ വീടിൻ്റെ തൊട്ട് മുന്നിലായതുകൊണ്ട് എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ഓർമ്മകളുണ്ട് ഈ അമ്പലത്തിൽ. കുഞ്ഞിലേ മുതലുള്ള ഓർമ്മയിൽ ഇവിടുത്തെ ഉത്സവം കൂടുമ്പോൾ മുടങ്ങാതെ കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് തീയാട്ട്. അതങ്ങനെ അധികം എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ എല്ലാ കൊല്ലവും പറ്റുമ്പോഴൊക്കെ വന്ന് കൂടാറുണ്ട്. തീയാട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് വരയ്ക്കുന്നതാണ് ഈ കളം. ഭഗവതിയുടെ രൂപമാണ് ഉണ്ടാവുക. അങ്ങനെ നല്ല പോലെ കളമെഴുത്തൊക്കെ തൊഴുതു. കുഞ്ഞിലെ തീയാട്ടിന്റെ കൊട്ട് കേൾക്കുമ്പോഴേ ഞാൻ ഓടുമായിരുന്നു, കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു. പിന്നെ അറിവ് വെച്ച പ്രായമായപ്പോഴാണ് ഇത് കാണാനും ആസ്വദിക്കാനും അത് ഭഗവതി തന്നെയാണെന്നൊക്കെ മനസ്സിലായതും. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൂടെ ഡാൻസ് എല്ലാം കണ്ട് അവിടെ തന്നെ ഇരുന്നു. ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി ഭക്ഷണവും കഴിച്ചിട്ട് വന്നു. അങ്ങനെ ഇവരുടെ കളിയെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി തീയാട്ടുണ്ണി വേഷം കെട്ടുന്നത് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളെയും കൂടെ അത് കാണിച്ചു തരാമല്ലോ എന്ന് കരുതി. ഞാൻ പോയി അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ടുള്ളത്. കാരണം ഇതെല്ലാം ഒരു ആചാരത്തിൻ്റെ ഭാഗമായതാണ്. അപ്പം നമ്മൾ അതിലെല്ലാം പോയി വീഡിയോ എടുക്കുമ്പോൾ അനുവാദം ചോദിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മുൻകൂട്ടി പോയി ചോദിച്ചിട്ട് എടുത്തതാണ്. കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതവും തോന്നി. പണ്ട് പേടിച്ചിരുന്ന ഞാൻ ഇപ്പതാ അടുത്ത് നിന്ന് ഇതൊക്കെ കാണുന്നു. തീയാട്ടം എന്നുള്ളത് കേരളത്തിലെ ഒരു പരമ്പരാഗത അനുഷ്ഠാന കലാരൂപമാണ്. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഇത് മിക്കപ്പോഴും നടന്നു വരാറുള്ളത്. അമ്പലത്തിന്റെ നിലത്ത് കളം വരച്ചിട്ടാണ് ഇത് ആദ്യം ആരംഭിക്കുന്നത്. തീയാട്ട് കളിക്കുന്ന ആളെ തീയാട്ടുണ്ണിയെന്നും പിന്നീട് തീയാട്ട് ആരംഭിക്കുമ്പോൾ ഇതിൽ കാണുന്ന പോലെ കളം മായ്ച്ചിട്ടുമാണ് തീയാട്ട് ആരംഭിക്കുന്നത്.
തീയാട്ടുണ്ണി മുടി ഒഴിയണത് നല്ല ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് പറയുക. ദേവിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച പോലെ തന്നെ തീയാട്ട് നല്ല മനോഹരമായിട്ട് കൂടാൻ കഴിഞ്ഞു. അതിനുശേഷം അമ്മയുടെ നാട്ടുകാരെ കണ്ട സന്തോഷത്തിൽ എല്ലാവരോടും ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞു ഇരിക്കെ മുത്തച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയ ജാനി ഞങ്ങളെ അന്വേഷിച്ച് വീണ്ടും എത്തി. അപ്പോൾ ഒട്ടും വൈകിക്കാതെ അമ്മയും അച്ഛയും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.